നമസ്തേ. സുഭാഷിതം. ഏകഭാര്യ ത്രയഃ പുത്രാ ദേഹലേ ദശധേനവഃ മധ്യരാഷ്ട്രേ ഗൃഹം യേഷാം അത്യന്ത സുഹൃദാച്ഛരേ. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ഒരു ഭാര്യ, 3 പുത്രന്മാര്, 2 ജോഡി കന്ന്, 10 പശു, എന്നിട്ടോ നാട്ടിൻ്റെ നടുവിലൊരു ഗൃഹം. അപ്പോൾ ഇത്രയും ഉള്ളവര് സുഹൃതികളെന്ന് അറിയുക. വളരെ സുഹൃതമാണ് ഇത്രയും ഉണ്ടെങ്കിൽ എന്ന് ഈ സുഭാഷിതത്തിലൂടെ അർത്ഥമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങളുണ്ടാകാം എന്നുള്ളതിനെ ഓരോരോ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ സുഭാഷിതം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഭാര്യയെ കൂടാതെ 3 പുത്രന്മാർ, ഭാര്യയുണ്ട്, 3 പുത്രന്മാരുണ്ട്, അതോടൊപ്പം 2 ജോഡി കന്നും 10 പശു. 10 പശു ഉണ്ടെങ്കിൽ നിറയെ വരുമാനം ഉണ്ടാകും. 2 ജോഡി കന്നുണ്ടാവണം. അപ്പോൾ അതേ പഴയ കാലഘട്ടങ്ങളിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. പിന്നെ നാട്ടിൻ്റെ നടുവിലൊരു വീടും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ, ഇതെല്ലാം കൂടെ നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഇതൊക്കെ വളരെ സുഹൃതമായ ഒരു അനുഭവമാണ്. അവരുടെ ജീവിതം വളരെ സന്തോഷമായിരിക്കും, സുഹൃതമായിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സുഭാഷിതം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമല്ലല്ലോ. വളരെയധികം വളരെ പഴക്കമുള്ള ആചാര്യന്മാരുടെ വാക്കുകളാണിത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതേ തലങ്ങളിൽ വേണം നമ്മൾ സ്വീകരിക്കാൻ. നമസ്തേ.